കാറിനു പുറത്തുള്ള അപരിചിതയായ സ്ത്രീക്കു വേണ്ടി ആ കൊച്ചു പെൺകുട്ടി വാതിൽ തുറക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് എന്തോ കുഴപ്പമുണ്ടെന്ന് അവളുടെ സഹോദരൻ ശ്രദ്ധിച്ചു. കാരണം മറ്റേയാൾ അമ്മയുടെ വസ്ത്രം ധരിച്ചിരിക്കുന്നതായി അയാൾ കണ്ടെത്തി. സത്യം അവർക്ക് അറിയാമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സ്ത്രീ തൽക്ഷണം ഭ്രാന്തനായി കാറിന്റെ വാതിൽ വലിച്ചു. ഇത് രണ്ടു കുട്ടികളെയും സ്ഥലത്തുവെച്ച് തന്നെ ഭയപ്പെടുത്തി. വീട്ടിൽ വെച്ച് അമ്മയെ അവൾ ബോധരഹിതയാക്കിയെന്ന് അവർക്കറിയില്ലായിരുന്നു. അപ്പോഴേക്കും അവളുടെ പോക്കറ്റിൽ ഒരു താക്കോൽ ഉണ്ടെന്ന് അവൾ ഓർമ്മിച്ചു. സാഹചര്യം ശരിയല്ലെന്ന് കണ്ടപ്പോൾ രണ്ടു കുട്ടികളും തിടുക്കത്തിൽ മറ്റൊരു കാറിന്റെ വാതിലിൽ നിന്ന് രക്ഷപ്പെട്ടു. കുട്ടികൾ പെട്ടെന്ന് ലിഫ്റ്റ് അമർത്തി വീട്ടിലേക്ക് ഓടി. എന്നാൽ അവർ വീട്ടിലെത്തിയ ഉടനെ വാതിലിൽ പെട്ടെന്ന് ഒരു ശക്തമായ കുലുക്കമുണ്ടായി. കുട്ടികൾ ഭയന്ന് വിറയ്ക്കുന്നതിനിടയിൽ തിരിച്ചെത്തിയത് അവരുടെ അച്ഛനാണെന്ന് അവർ കണ്ടെത്തി. ഒടുവിൽ അവർ രക്ഷപ്പെട്ടുവെന്ന് അവർ കരുതി. പക്ഷേ അപ്രതീക്ഷിതമായി ആ സ്ത്രീ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് കുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചു. ഇപ്പോൾ പിതാവിന് അവരുടെ അതിജീവനത്തിനായി പോരാടേണ്ടി വന്നു. പക്ഷേ അവൾ അപ്രതീക്ഷിതമായി ശക്തിയായിരുന്നു. അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം, അലങ്കോലമായ ആ വീട് കണ്ടപ്പോൾ ആ സ്ത്രീ തന്നെ വീട് വൃത്തിയാക്കാൻ മുൻകൈയെടുക്കുമെന്ന്. അപ്പോഴാണ് ആ സ്ത്രീക്ക് മാനസിക രോഗമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായത്. ഈ സ്ഥലം സ്വന്തം വീടായി കണക്കാക്കി. അങ്ങനെ അച്ഛൻ ഒരു ലൈറ്റർ എടുത്ത് അവരെ വിട്ടയച്ചില്ലെങ്കിൽ ആ സ്ഥലം കത്തിച്ചുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്രതീക്ഷിതമായി ഈ തന്ത്രം ശരിക്കും പ്രവർത്തിച്ചു. ഈ സമയത്ത് പോലീസ് പെട്ടെന്ന് വാതിലിൽ മുട്ടി. നിർണായക നിമിഷത്തിൽ അയാൾ വീടിന് തീയിട്ടു. ഇത് കണ്ട സ്ത്രീ പൂർണ്ണമായും ഭ്രാന്തിയായി. തീ കെടുത്താൻ നേരിട്ട് തീയിലേക്ക് പോയി. തീയിൽ തന്റെ പാവാടയ്ക്ക് തീപിടിച്ചതായി അവൾ അറിഞ്ഞിരുന്നില്ല. പോലീസ് വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോൾ നാലംഗ കുടുംബം ഒടുവിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കഥയുടെ അവസാനം: വീട് പുതുക്കിപ്പണിത ശേഷം മറ്റൊരു കുടുംബം വീട്ടിലേക്ക് താമസം മാറി. സമാനമായ ഒരു ഭ്രാന്തനെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ ചിന്തകൾ കമന്റ് ചെയ്യുക. കൂടുതൽ രസകരമായ സിനിമാ റീക്യാപ്പുകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.